ബിഗിനേഴ്സ് ഗെയിൻ അല്ലെങ്കിൽ ന്യൂബി ഗെയിൻ ഇതിപ്പോഴും കുറേ പേർക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ സംഭവം. നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇതുവരെ വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല, ഇപ്പം നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ കുറച്ച് 3-4 മാസം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മസിൽ ഗെയിൻ ചെയ്ത പോലെയൊക്കെ തോന്നും, നന്നായിട്ട് നമ്മുടെ സ്ട്രെങ്ത് കൂടിയ പോലെയൊക്കെ തോന്നും. ഇതിനെയാണ് നമുക്ക് ന്യൂബി ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബിഗിനേഴ്സ് ഗെയിൻ ഇങ്ങനെ സംഭവിക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, അപ്പം നമുക്ക് പെട്ടെന്ന് ജിമ്മ് നിർത്തേണ്ടി വന്നു. ഇപ്പം എക്സാമ്പിൾ കോവിഡ് പാൻഡമിക് വന്നപ്പോൾ എല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റാണ്ടായി. അപ്പോൾ ആ സമയത്ത് 5-6 മാസം നമ്മൾ വർക്കൗട്ട് ചെയ്യാണ്ടിരുന്നു, ജിമ്മിലൊക്കെ പോകാണ്ട് നമ്മൾ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ജിമ്മിലേക്ക് വന്നപ്പം പെട്ടെന്ന് ആളുകൾക്ക് ആ ന്യൂബി ഗെയിൻ കിട്ടും. അപ്പം ഇതിനു മുമ്പ് വർക്കൗട്ട് ചെയ്ത് നിർത്തിയിട്ട് പിന്നീട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചിലപ്പോൾ ന്യൂബി ഗെയിൻ കിട്ടും. എനിക്കിത് 2020 അനുഭവിച്ചതാണ്. എനിക്ക് ഈ 2020 കോവിഡ് പാൻഡമിക് വന്ന് പെട്ടെന്ന് അത് കുറേ നാൾ വർക്കൗട്ട് സ്റ്റോപ്പായി. വീണ്ടും ജിമ്മിലേക്ക് തിരിച്ചു വന്നപ്പം എനിക്ക് ആ ന്യൂബി ഗെയിൻ അഡ്വാൻറ്റേജ് കിട്ടിയാണ്. അന്ന് എനിക്ക് ന്യൂബി ഗെയിൻ അറിയാമായിരുന്നു എന്തായിരുന്നു, പക്ഷെ അതിന് മുമ്പ് ആദ്യം വർക്കൗട്ട് ചെയ്ത സമയത്ത് എന്താണ് ന്യൂബി ഗെയിൻ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ എനിക്ക് ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് മസിൽ ഗെയിൻ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വന്ന് പിന്നെ അത് സ്റ്റോപ്പായി. പക്ഷെ പാൻഡമിക് വന്ന് പിന്നീട് വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തന്നെ അറിയാമോ ന്യൂബി ഗെയിൻ ആണ് ഇതെന്ന്. ഈ ന്യൂബി ഗെയിൻ സംഭവിക്കാൻ കുറേ കാരണങ്ങളുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ന്യൂറോളജിക്കൽ അഡാപ്ഷനാണ്. നമ്മൾ ഈ മൈൻഡ് മസിൽ കണക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ്റെ കോർഡിനേഷൻ. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ആ വർക്കൗട്ട് ആ മസിലും നമ്മുടെ ബ്രെയിനുമായിട്ടുള്ള ആ കോർഡിനേഷൻ, അതാണ് മൈൻഡ് മസിൽ കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ടിലേക്ക് വരുമ്പോൾ ആദ്യമേ നമ്മൾ പരിചയമില്ലാത്ത വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അത്ര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, നമ്മുടെ ആ മസിലിൽ തന്നെ ആയിരിക്കും നമ്മുടെ എല്ലാ ഫോക്കസും. പിന്നെ രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് വെച്ചാൽ മസിൽ അഡാപ്റ്റേഷൻ. നമ്മൾ ഹൈപ്പർട്രോഫിയെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തതാണ്. ഈ ഹൈപ്പർട്രോഫിയിൽ മസിൽ ഗ്രോത്ത് ആണ് പറയുന്നത്. അപ്പം നമ്മൾ ഇനിഷ്യലി നമ്മുടെ മസിലിന് പരിചയമില്ലാത്ത വർക്കൗട്ട്സ് നമ്മൾ ഹെവി ലോഡ് ഇല്ലെങ്കിൽ വെയിറ്റ് ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ മസിലിന് അത്രയും ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം മസിൽ കയറി പെട്ടെന്ന് ഗ്രോ ആവും. അതാണ് ഈ ഇതുവരെ വർക്കൗട്ട് ചെയ്യാതെ പെട്ടെന്ന് ജിമ്മിലേക്ക് വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ 6 മാസത്തിൽ തന്നെ ചെറിയൊരു ഗെയിനൊക്കെ പെട്ടെന്ന് കാണുന്നത് ആളുകൾക്ക്. അത് മാത്രമല്ല, ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രോട്ടീൻ സിന്തസിസും നല്ല കൂടുതലായിരിക്കും. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഹോർമോണൽ ചേഞ്ചസ്. നമ്മൾ വർക്കൗട്ടും ചെയ്യാണ്ട് പെട്ടെന്ന് 16-17 വയസ്സിലൊക്കെ നമ്മൾ ജിമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ ഈ ഏജ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബിഗിനേഴ്സ് ഗെയിൻ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നതെന്ന് വെച്ചാൽ 16 തൊട്ട് 25 വയസ്സ് ഇടയിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതിൻ്റെ മേളുള്ളവർക്കും കിട്ടും. 35-45 വയസ്സിൽ വരെ നമുക്ക് ബിഗിനേഴ്സ് ഗെയിൻ കിട്ടും നന്നായിട്ട്. പിന്നെ മെറ്റബോളിക് ചേഞ്ചസ് ഭയങ്കരമായിട്ട് സംഭവിക്കും. നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഒക്കെ നല്ല പക്കയായിരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ല ഫാറ്റ് കട്ട് ചെയ്യാനും പറ്റും, അതുപോലെ നല്ല മസിൽ ഡെഫിനേഷൻ കിട്ടുകയും ചെയ്യും. ഇത് കുറേ പേർക്ക് ചിലപ്പോൾ തോന്നണമെന്നില്ല. ഇപ്പം കുറേ പേര് പറയുന്നുണ്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് എനിക്ക് ഒരു മാറ്റവും ഇല്ല, 1 വർഷം പോയി 2 വർഷം പോയി. അതൊക്കെ ഓരോരുത്തരുടെ ജെനറ്റിക്സ് ആണ്. പക്ഷേ മിക്ക ആളുകളിലും സംഭവിക്കുന്നത് വെച്ചാൽ അവർ ഇതുവരെ ജിമ്മിലൊന്നും പോയി കാണത്തില്ല. പക്ഷെ അവരുടെ ബോഡി എന്ന് വെച്ചാൽ ഒരു ലീൻ ബോഡി ആയിരിക്കും, അധികം മസിലും ഇല്ല എന്ന് വെച്ചാൽ കുറേ ഫാറ്റും ഇല്ല, അങ്ങനത്തെ ഒരു ബോഡി ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇവർ ജിമ്മിലേക്ക് പോയി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് മസിൽ ഗെയിൻ ഇവർക്ക് തന്നെ അറിയാൻ പറ്റും. പെട്ടെന്ന് മസിൽ വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് മസിൽ വരുന്നുണ്ട്, നല്ല സ്ട്രെങ്ത് കൂടുന്നുണ്ട്, നല്ല മസിൽ മാസ് കൂടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തന്നെ ഇതൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഒരു ലെവലെത്തുമ്പം ഇതിൻ്റെ ടൈം എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലിന് ഡിപ്പെൻഡാണ്. പക്ഷേ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ 6 മാസമാണ്. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് 6-7 മാസത്തേക്ക് നന്നായിട്ട് ഗെയിൻ കാണും. പിന്നെ ഇവർക്ക് ആ ഗെയിൻ കാണത്തില്ല. ആ ഗ്രാഫ് പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും എത്ര വർക്കൗട്ട് ചെയ്താലും. ആ പേസിന് നമ്മൾ പ്ലാറ്റ്യൂ പേസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇനി നമുക്ക് ബിഗിനേഴ്സ് ഗെയിൻ ഇല്ല, ഇവിടം കൊണ്ട് ബിഗിനേഴ്സ് ഗെയിൻ തീർന്നു. ഇനിയാണ് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്കും നമ്മുടെ കലോറി ഇൻടേക്കും എല്ലാം നോക്കി നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയും അതും കൂടി നോക്കി ചെയ്യുമ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ ജനറ്റിക് പൊട്ടൻഷ്യലിൽ എത്തുന്നത്. അതിൻ്റെ അപ്പുറം നമുക്ക് മസിൽ നമ്മുടെ ഡെഫിനിഷൻ ഒന്നും നമുക്ക് പറ്റില്ല. അതാണ് നമ്മുടെ മാക്സിമം, നമ്മുടെ ജനറ്റിക് പൊട്ടൻഷ്യൽ. അതിനും മേളിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ വീഡി അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ സ്റ്റെറോയിഡൊക്കെ എടുക്കണം. അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല, അത് എടുക്കുകയോ ചെയ്തിട്ട്. പിന്നെ നമുക്കറിയാം നമ്മൾ ബിഗിനേഴ്സ് ഗെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്താലും നമുക്ക് വരും. നമ്മൾ ഇപ്പോൾ നമ്മൾ ഡംബിൾ കീളൊക്കെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ചിലപ്പം നമ്മുടെ ഫോമൊക്കെ തെറ്റായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് ഗെയിൻ വരും.
കാരണം വെച്ചാൽ മസിലിന് അത്ര ഒരു സ്വഭാവം ഇല്ല, മസിലിന് ഇതിനു മുമ്പ് പരിചയമില്ല ഇങ്ങനെ ഒരു വർക്കൗട്ട്. അപ്പം എന്ത് ചെയ്താലും വരും. പക്ഷേ ഞാൻ ഒരിക്കലും അതും റെക്കമെൻഡ് ചെയ്യത്തില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യും, നമ്മൾ പ്രോപ്പർ ഫോമിലേ ചെയ്യാവുള്ളൂ. എപ്പോൾ ന്യൂബി ഗെയിൻ ആയാലും എന്താണെങ്കിലും ആദ്യം വർക്കൗട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ആ പ്രോപ്പർ ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ വർക്കൗട്ടിനെ പറ്റി നമുക്കൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ നമുക്കറിയാം നമുക്ക് ന്യൂബി ഗെയിൻ ഒക്കെ സംഭവിക്കും. പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ഇഞ്ചറി വരും. അപ്പോൾ ഏറ്റവും നല്ലൊരു പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ എല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചറി വരത്തില്ല, നിങ്ങൾ സേഫാണ്, വേണ്ട ഗൈഡ് എല്ലാം തരും. ഇൻ കേസ് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ നോക്കി, ഇൻ്റർനെറ്റിൽ ഇപ്പോൾ കുറേ വീഡിയോസും കുറേ ഡീറ്റെയിൽസും ഉണ്ട്, കുറേ വെബ്സൈറ്റിന് കുറേ ഡീറ്റെയിൽസ് എടുക്കാം. അപ്പം ഇൻ്റർനെറ്റ് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാത്തിനും ഉപരി കൺസിസ്റ്റൻസിയാണ് ഏറ്റവും മെയിൻ കാര്യം. കുറേ പേർക്ക്, എനിക്ക് അറിയാവുന്ന കുറേ പേരുണ്ട്, അവർ ഈ ന്യൂബി ഗെയിൻ എടുക്കുക അപ്പോൾ അത്യാവശ്യം നല്ല ഡെഫിനിഷനൊക്കെ തോന്നും ആദ്യത്തെ 6-7 മാസം കൊണ്ട്. പിന്നെ അതങ്ങ് നിൽക്കും. പിന്നെ ഇവർ എത്ര വർക്കൗട്ട് ചെയ്താലും ആ ഒരു പേസിൽ തന്നെ ബോഡി നിൽക്കും. അപ്പോൾ അവർക്ക് മതിയാവും, അവർക്കറിയാം ഇനി അവരെ കൊണ്ട് പറ്റത്തില്ല, ഡിപ്രഷൻ ആവും. അങ്ങനെ കുറേ പേർ നിർത്തിയിട്ട് പോകും. കുറേ പേർക്ക് അത് സഹിക്കാൻ വയ്യാണ്ട് കുറേ പേര് വീണ്ടും പോയി സ്റ്റെറോയിഡിൻ്റെ ഒക്കെ പുറകെ പോകും. അങ്ങനെ പോകും. പക്ഷേ ഇത് രണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻറ്റ് പേസിൽ തന്നെ പോവുക. ചിലപ്പോൾ വീണ്ടും 1 വർഷം എടുക്കും, വീണ്ടും 2 വർഷം എടുക്കും, വീണ്ടും 3 വർഷം എടുക്കും. ചിലപ്പോൾ ഈ 4ാമത്തെ വർഷമായിരിക്കും നമുക്ക് ഈ ഇത്രയും നാൾ ചെയ്തതിൻ്റെ ഒക്കെ പെട്ടെന്നൊരു ഗെയിം വരുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ വർക്കൗട്ടിന് ഒരിക്കലും മസിൽ ബിൽഡിംഗ് ആയിട്ടൊന്നും കാണത്തില്ല. നമ്മൾ ഹെൽത്തി ആവാൻ മാക്സിമം നോക്കുക. അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.